എന്താ രാധു? കുട്ടിമണിയുടെ ഇല്ല എവിടാന്ന് എത്ര ചോദിച്ചിട്ടും രാഹുലം പറയുന്നില്ല. വയലോരം ഇല്ലൊന്ന് വയലോരം വീട് കണ്ടുപിടിക്കാൻ മഹേഷിനെ ചുമതലപ്പെടുത്തുന്ന രാധിക. മനസ്സിന് വീട് വാടകയ്ക്ക് കൊടുക്കാൻ മനസ്സില്ല മനസ്സോടെ സമ്മതിക്കുന്ന കുട്ടിമണി. മനസ്സിജൻ അടുത്ത് താമസിക്കുന്നത് രാഹുലിന് ഇഷ്ടമാകുന്നില്ല. വയലോരം വീടിനെ കുറിച്ച് ആരോടും പറയരുതെന്ന് മഹേഷിനോട് പറയുന്ന പിച്ചള. കട പഴയ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ബാലൻ. ശാരദയുടെയും അച്യുതക്കുറുപ്പിന്റെയും മരണം സ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്ന കുട്ടിമണി. തുടർന്ന് കാണുക. വയലോരം. വീട് ഇത് തന്നെയല്ലേ? ഇവിടെ ആരും ഇല്ലല്ലോ. സീത, സീത മാഡം, മാഡം. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും പോയി കാണുമെന്ന് ഞാൻ ഭയന്നു. ആരാ? മനസ്സിലായില്ല. ഇത്ര വേഗം മറന്നോ? കുഞ്ഞിന് തുള്ളിമരുന്ന് കൊടുക്കാൻ ഹെൽത്ത് സെന്ററിൽ വന്നിരുന്നില്ലേ? ഞാൻ അവിടുത്തെ ഹെൽത്ത് നഴ്സാ, രഞ്ജിനി. ഓ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ല കേട്ടോ. കുഞ്ഞിന്റെ ഡേറ്റ കളക്ഷന് വേണ്ടി വന്നതാ മാഡം. ഇത്തരം കാര്യങ്ങളിൽ പുതിയ ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റാ. ഒക്കെ അപ്ഡേറ്റ് ആയിരിക്കണോന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിട്ട് കത്തയച്ചിരിക്കുക ഓരോ ഹെൽത്ത് സെന്ററിനും. അകത്തേക്ക് വരൂ. വരുന്ന 22-ാം തീയതി പോളിയോ വാക്സിൻ കൊടുക്കുന്ന ദിവസം. കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വരണമെന്നില്ല. 23-ാം തീയതി ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഞാനോ മറ്റാരെങ്കിലോ ഇവിടെ വന്ന് മരുന്ന് കൊടുത്തോളാം. എന്ത് ഡീറ്റെയിൽസാ വേണ്ടേ? പറയാം. ഇങ്ങോട്ടിരിക്കും. ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. കുഞ്ഞുമണി, ബേബി ഓഫ് സീതാ ബാലൻ ആൻഡ് ബാലചന്ദ്രൻ, വയലോരം വീട്. അഡ്രസ് കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ. കുഞ്ഞുമണി ആദ്യത്തെ കുട്ടിയാണോ? അതെ. ഓക്കെ. ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ബി പോസിറ്റീവ്. ബി പോസിറ്റീവ്. ശരി. കുഞ്ഞിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, അവള് മിടുക്കിയായിട്ടിരിക്കുകയാണ്. പാലൊക്കെ കുടിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പാലും കുറുക്കും കൊടുക്കുന്നുണ്ട്. ഗുഡ്. നാടൻ രീതിയിൽ കൂവ കുറുക്കിയതോ ഏത്തക്ക പൊടിയൊക്കെ കൊടുക്കണം. ടിൻ ഫുഡ് മാക്സിമം ഒഴിവാക്കണം. അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. ഫാമിലി പ്ലാനിംഗ് നടത്തിയിട്ടുണ്ടോ? അടുത്ത കുഞ്ഞിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4-5 വർഷം കഴിഞ്ഞിട്ട് മതി. എന്തായാലും നാം ഒന്ന് നമുക്കൊന്ന്, അതാ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. മോളെവിടെ? ഒന്ന് കാണട്ടെ. ഞാനിപ്പോ കൊണ്ടുവരാം. ഞാൻ രഞ്ജിനി, ഇവിടുത്തെ കുഞ്ഞിന്റെ ഡേറ്റ കളക്ട് ചെയ്യാൻ വന്ന ഹെൽത്ത് നഴ്സ്. ഓ, ഹെൽത്ത് നഴ്സ്. ദൈവ, നിങ്ങളിപ്പൊ ഇങ്ങോട്ട് അയച്ചത് കേട്ടോ. നിങ്ങള് കുട്ടികളുടെ കാര്യം മാത്രം നോക്കുന്ന നഴ്സാണോ അതോ? കുട്ടികളും ഗർഭിണികളുമാ ഞങ്ങളുടെ സ്പെഷ്യൽ ടാർഗറ്റ്. ഓഹോ, അതെ, ഞാനും ഗർഭിണിയാ. അതേന്നെ. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങ് ഛർദിയ, പിന്നെ നടുവിന് വേദനയുണ്ട്, വയറ്റിന് വേദനയുണ്ട്. അല്ല, ഇതൊക്കെ മാറാൻ എന്താ ഒരു വഴി? എല്ലാ പ്രഗ്നൻസിയിലും ഉണ്ടാവുന്ന വിഷയങ്ങളാ ഇതൊക്കെ. ആദ്യത്തെ കുട്ടിയാണോ? അതെ സിസ്റ്റർ, ആറ്റുനോറ്റുണ്ടാകാൻ പോകുന്ന കൺമണിയാ. ഈ വയലോരം വീടിന്റെ
രാജകുമാരനാ എന്റെ വയറ്റിലുള്ളത്. നമുക്ക് വിശദമായി സംസാരിക്കാം. ഞാൻ ആദ്യം മോളെന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ. ഓ ഓ ഓ ഓ ചക്കരക്കുട്ടി ചുന്ദരിയായിട്ടുണ്ടല്ലോ. ഓ ഓ അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ. പിന്നെ കുഞ്ഞുമണിക്ക് ഇവിടെ 2 അമ്മമാരാ സിസ്റ്ററെ. ഇനി എത്ര മക്കളുണ്ടായാലും ശരി, ഈ കൊച്ചമ്മായിയുടെ മൂത്ത മോള് ഈ കുഞ്ഞുമണി തന്നെയാ. എന്നാ ബാലേട്ടാ? ഒരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. ഇപ്പൊ തരാം. അതെ, കുഞ്ഞിനെ നോക്കാൻ ഒരു ഹെൽത്ത് നേഴ്സ് വന്നിട്ടുണ്ട്. ഹെൽത്ത് നേഴ്സോ? എന്നിട്ട് മോളവിടെ? അവരുടെ കയ്യിലുണ്ട്. എന്ത് മണ്ടത്തര സീത നീ കാണിക്കുന്നേ? എവിടെ? മാഡം, മോൾ ഉറങ്ങിപ്പോയി. കുട്ടിക്ക് പ്രഗ്നൻസിയെ കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചു തരാം. മാഡത്തോട് സംസാരിച്ചോളൂ. പ്ലീസ് സിസ്റ്റർ, ആ ഡോക്ടറെ ഒന്ന് വിളിച്ചു തരൂ. ശരി. ഹലോ ഡോക്ടർ, ഞാനിപ്പോ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ അടുത്തുനിന്നാണ് സംസാരിക്കുന്നത്. ആ കുട്ടിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ശരി, കൊടുക്കാം ഡോക്ടർ. താങ്ക് യു. ഹലോ ഹലോ ഡോക്ടർ, നമസ്കാരം. അതെ, എന്റെ പേര് മതികല രവീന്ന. ഭയങ്കര വൊമിറ്റിംഗാ ഡോക്ടറെ. അല്ല, ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ വൊമിറ്റ് ചെയ്താ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമോ? ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന സംശയങ്ങളാണ്. അത്തരക്കാർക്കൊന്നും അടുത്ത തവണ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സീത മേഡത്തിനും ഇല്ലായിരുന്നോ ഈ ടെൻഷൻ? ഇത്ര ഓവറായിട്ട് ഉണ്ടായിരുന്നില്ല. ഓ, അപ്പൊ ആദ്യത്തെ സ്കാൻ ചെയ്യാറായല്ലേ? ഓ, അല്ല, ഈ സ്കാനിങ് കൊണ്ട് എന്റെ കുഞ്ഞിന് ദോഷമൊന്നും വരത്തില്ലല്ലോ അല്ലേ? അല്ല, എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് ചോദിച്ചു പോയതാ ഡോക്ടർ. ആ ശരി ഡോക്ടർ, കൊടുക്കാം. ആ ശരി ഡോക്ടർ, ഓക്കെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു. കുട്ടിക്ക് ഒരു ടോണിക്കും കുറച്ച് ടാബ്ലറ്റ്സും എഴുതി തരാൻ ഡോക്ടർ പറഞ്ഞു. ഓ, ആയിക്കോട്ടെ, എഴുതി തന്നോളൂ, ഞാൻ കഴിച്ചോളാം. ഞാൻ കയറി എടുത്തോളാം. 23-ാം തീയതി പോളിയോ മരുന്ന് കൊടുക്കാൻ വരുമ്പോ കാണാം. ശരി ശരി എന്നാ. ഓ, താങ്ക് യു സോ മച്ച്. നല്ല സിസ്റ്റർ അല്ലേ സീതേടത്തി? ഇത്ര ഓവറാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഓ, അല്ല, ബാലേട്ടൻ എവിടെ? അകത്തേക്ക് പോയോ? ഈ ബാലേട്ടന്റെ ഒരു കാര്യം. ബാലേട്ടാ, ബാലേട്ടാ, ദേ ഈ മരുന്ന് കഴിക്കണമെന്നാ ഡോക്ടർ ഫോണിലൂടെ പറഞ്ഞത്. എന്നോട് പറയുന്നത്? അയ്യോ, ഇത് നല്ല ചോദ്യം. എന്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഗൃഹനാഥനായ ബാലേട്ടനോടല്ലാതെ വേറെ ആരോടാ ഞാൻ ഇതൊക്കെ പറയണ്ടേ? ഞാനേ ഈ ഗ്രഹത്തിലുള്ളവരുടെ നാഥനാ. നിന്നെ ഈ വീട്ടുകാരിയായിട്ട് ആരും കൂട്ടിയിട്ടുമില്ല, നിനക്കിവിടെ നാഥനുമില്ല. അങ്ങനെ പറഞ്ഞ എന്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ വേറെ ആരോട് പോയി പറയാനാ? അതെനിക്കറിയത്തില്ല, അറിയേണ്ട കാര്യമില്ല. ദേവിജൻ നീ എന്നെ ശല്യപ്പെടുത്താതെ പോകാൻ നോക്ക്. അങ്ങനൊന്നും ഞാൻ പോത്തൊന്നുമില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് ചില ഉത്കണ്ഠകളൊക്കെ ഉണ്ട്. നിന്റെ എല്ലാ ഉത്കണ്ഠയും മനസ്സിൽ തന്നെ വെച്ചാ മതി. നീ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കണ്ട. കലിമുത്താണ്ടല്ലോ, ഒറ്റ ചവിട്ടിന് നിന്റെ ഗർഭം കലകും. അതിനുള്ള ധൈര്യം ഉണ്ടോ വയലോരം വീട്ടിലെ ബാലചന്ദ്രന്? ഉണ്ടടി, കാണണം നിനക്ക്. കാണണം. ചവിട്ട്, ചവിട്ടനെ അടി വയറ്റില് തന്നെ ചവിട്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം,
അനിയന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് ചോദ്യം വരുമെന്നും നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നും. അപ്പച്ചിയപ്പന്റെ ഒപ്പം അപ്പച്ചിയമ്മയും കൂടി സപ്താഹത്തിന് പോയതോടെ നിന്റെ പഴയ അഹങ്കാരം വീണ്ടും തലപൊക്കി തുടങ്ങിയല്ലേ? ഇത് അഹങ്കാരമൊന്നും അല്ല ബാലേട്ടാ, ഇവിടെ നിലനിൽപ്പിനായിട്ടുള്ള എന്റെ പോരാട്ടോ. ഇനിയും തളർന്നിരുന്ന എനിക്കും എന്റെ കുഞ്ഞിനും അതിജീവനം ഉണ്ടാവില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ പ്രശ്നം? അവക്ക് ഞാനേ മരുന്ന് മേടിച്ചു കൊടുക്കണമെന്ന്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. വൈകിട്ട് അപ്പച്ചിയപ്പന്റെ കയ്യിൽ പണം കൊടുത്ത് വിട്ടാൽ മതി. അവള് മരുന്ന് കഴിക്കട്ടെ. ആ, അതവിടെ നിൽക്കട്ടെ. നീ എന്താ ചെയ്തേ? കുഞ്ഞിനെ നേഴ്സിന്റെ കൊടുത്തിട്ട് അകത്തേക്ക് വന്നത്? കുഞ്ഞ് അവരുടെ കയ്യിലിരിക്കുമ്പോഴാ ബാലേട്ടൻ വിളിച്ചത്. പെട്ടെന്ന് ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ബാലേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. സൂക്ഷിക്കണം. ഈയിടെ ക്ലോറോഫോമുമായിട്ട് ഒരു ഭിക്ഷക്കാരി പിടിയിലായ വാർത്ത നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചില്ലേ? ഇന്ത്യ മുഴുവനായി 500ഓളം സ്ത്രീകൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് വേഷമാരെ നടപ്പുണ്ടെന്നാ അവര് പോലീസിന് മൊഴി കൊടുത്തത്. ചിലരൊക്കെ കേരളത്തിലും കാണും, ചിലപ്പം നമ്മുടെ തൊട്ടടുത്ത്. നല്ല ദേഷ്യത്തിലാണ് ഞാൻ വരാന്തലേക്ക് വന്നത്. നേഴ്സിന്റെ കുഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴാ പേടി മാറിയത്. അങ്ങനെ പേടി മാറൊന്നും വേണ്ട. എല്ലാവരെയും സംശയത്തോടെ തന്നെ കണ്ടാ മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ഞാൻ തിരിച്ചവരുടെ മുമ്പിൽ ചെന്നത് മുതൽ ഞാനവരെ ശ്രദ്ധിക്കുകയായിരുന്നു. ചില സമയത്ത് ആ കുട്ടിയുടെ മുഖത്ത് വേറെ ചില ഭാവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കുറെ കാലമായിട്ട് കലയുടെ മുഖത്ത് നമ്മൾ കാണാറുള്ളതാ. ആകപ്പാടൊരു ലക്ഷണക്കേട്. ഡോക്ടറോട് സംസാരിക്കാനായി കലയ്ക്ക് ഫോൺ കൊടുത്തപ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു ബാലേട്ട. എന്തായാലും മോളെ ഞാൻ കൂടുതൽ സൂക്ഷിച്ചോളാം. പിന്നെ എത്രയും വേഗം സിജനോട് ആ ഫോണിലെ രഹസ്യങ്ങൾ കണ്ടെത്തി അതിങ്ങ് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കൊടുത്തു വിട്ടിട്ട് കലയെ പറഞ്ഞയക്കാം. അച്ഛൻ പറഞ്ഞു മാഡത്തെ വന്നൊന്ന് കാണാം. യെസ്, ഞാൻ പറഞ്ഞിരുന്നു. ബാലന്റെ കുഞ്ഞ് സഞ്ചരിച്ച വഴി നകുലൻ കുറെ യാത്ര ചെയ്തതല്ലേ, എന്നിട്ടാണല്ലോ കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ അഭിപ്രായം? ആ കുഞ്ഞ് ബാലന്റേത് തന്നെയാണോ? അന്നുമിന്നും എനിക്കൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. സീത പ്രസവിച്ച ആൺകുഞ്ഞിനെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. മാഡത്തിനും അങ്ങനെ തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ രക്തസാമ്പിൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതെ, ബാലന്റെ കുഞ്ഞ് തന്നെയാണ് തന്റെ ഒപ്പം ഉണ്ടായിരുന്നതെന്ന് പലതവണ മാണിച്ചം പറഞ്ഞിട്ടും ഞങ്ങളത് വിശ്വസിച്ചില്ല. കുട്ടികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇടനിലക്കാർ ഇത്രയും മാസം ഒരു കുഞ്ഞിനെ കയ്യിൽ വെക്കില്ലല്ലോ. പക്ഷെ അയാളുടെ ഇന്റൻഷൻ വ്യക്തമായതോടെ ആ സംശയം തീർന്നു. എന്തായിരുന്നു മാഡം അയാളുടെ ഉദ്ദേശം? അത് തൽക്കാലം ഞങ്ങൾ പോലീസുകാർ മാത്രം അറിഞ്ഞാൽ മതി. നകുലം വെയിറ്റ് ചെയ്യും. ഞാൻ SP സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ? ശരി മാഡം. ഇരിക്കൂ. എന്താ സർ വരാൻ പറഞ്ഞത്? DNA സാമ്പിൾസ് റീചെക്ക് ചെയ്തതിന്റെ റിസൾട്ട് വന്നു. അഗെയിൻ ഇറ്റ്സ് നെഗറ്റീവ്. അഴിക്കാൻ ശ്രമിക്കുന്തോറും മുറുകുന്ന ഒരു കടുംകെട്ടായി വരിക ഈ കുഞ്ഞിന്റെ കേസ്. ഇനി കൂടുതൽ കെട്ടുകളൊന്നും അഴിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, ഇനി ലാബിൽ വെച്ച് ബ്ലഡ് മാറിപ്പോയിരിക്കാൻ സാധ്യതയുണ്ടോ? ഇംപോസിബിൾ. ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട് അവിടെ. പിന്നെ മുമ്പ് ഇത്തരം ഒരു കേസ് കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ മാറിയതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. ശരിയാണ് സർ. എങ്കിലും ഞാനൊരു വിദൂര സാധ്യത പറഞ്ഞേ ഉള്ളൂ. DNA ടെസ്റ്റ് വീണ്ടും നടത്താൻ ബാലനും സീതയും തയ്യാറാവുമോ? മിസ്റ്റർ ബാലചന്ദ്രൻ തയ്യാറായേക്കും. അതിന് കോർട്ട് ഓർഡർ വേണ്ടേ? ഇക്കാര്യം ആവശ്യപ്പെട്ട് ബാലചന്ദ്രൻ കോടതിയെ സമീപിക്കണ്ടേ? വേണം. അയാളുടെ മാത്രം DNA പരിശോധിച്ചാലും മതി. അത് പോസിറ്റീവ് ആണെങ്കിൽ പോരെ അമ്മയുടെ ബ്ലഡ് എടുക്കുന്നത്? ശരിയാണ്. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച അവസ്ഥയിലാണ് അയാള്. വീണ്ടും ആശ കൊടുക്കാൻ ഒരു മടി. അതിനു മുമ്പ് കുഞ്ഞത് തന്നെയാണോ എന്ന് ഒന്നുകൂടി റീചെക്ക് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് സർ. എന്താ തന്റെ പ്ലാൻ? ഒരു ചെറിയ ഒഫീഷ്യൽ ട്രിപ്പ്. നകുലൻ കുട്ടിയെ കണ്ടെടുത്ത സ്ഥലത്തേക്ക്. മാണിച്ചന്റെ വീടിനടുത്തുള്ളവരെ കണ്ട് സംസാരിക്കണം. പിഞ്ചുകുഞ്ഞല്ലേ. ഇക്കാലയളവിനിടയിൽ അയൽക്കാർക്ക് എന്തെങ്കിലും വീട്ടിൽ കുഞ്ഞില്ലാന്ന് സംശയം തോന്നിയിട്ടുണ്ടോന്ന് അറിയണം. അതല്ല, ഈ നാളുകളിൽ കുഞ്ഞവിടെ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കുറപ്പിക്കാം
അവൻ സീതയുടെയും ബാലന്റെയും മകൻ തന്നെയാണെന്ന്. ഗുഡ്. താൻ പറഞ്ഞ അവയവ കച്ചവട ഗാങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ തമിഴ്നാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരും അന്വേഷണം തുടങ്ങിക്കാണും. താങ്ക് യു സർ. യു മേ ഗോ നൗ. കുഞ്ഞിനെ തേടി നകുലൻ സഞ്ചരിച്ച വഴി മുഴുവൻ എനിക്കറിയണം. ഞാനും ആ വഴിയിലൂടെ ഒരു തീർത്ഥാടനത്തിന് ഇറങ്ങുക. സകല തിന്മകളെ ഒടുക്കുന്ന ഒരു ഔദ്യോഗിക തീർത്ഥാടനം. ഞാൻ പറയാം മാഡം. ഗീവർഗീസിൽ നിന്ന് ഞാനും ചന്തുവും തുടക്കമിട്ടത്. മൂന്നാറുള്ള ഒരു ക്രൈസ്തവ സഭാവിശ്വാസിയാണ് കുഞ്ഞിനെ കൊണ്ടുപോയെന്ന സൂചന ആദ്യം നമുക്ക് കിട്ടിയുള്ളൂ. കുഞ്ഞിനെ മാമൂദിസ മുക്കിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഗീവർഗീസിനെയും കൂട്ടി ഞങ്ങൾ ചുരം കയറി. നമുക്ക് ഒന്ന് മാറി നിന്ന് സംസാരിച്ചാലോ? യാത്ര ഇത്തിരി ദൈർഘ്യമുള്ളതായിരുന്നില്ലേ? അതെ മാഡം. കം. വയലോരം വീട്ടിൽ ഞാൻ എത്തിയതു മുതലുള്ള കാര്യങ്ങൾ അറിയാലോ. ഞാനിനി വീണ്ടും പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല. ഓക്കെ. പോലീസിന്റെ ജോലി നകുലൻ ഒരുപാട് എളുപ്പമാക്കി. അല്ലെങ്കിൽ ഞാൻ തന്നെ നടന്നു കയറേണ്ടി വരുമായിരുന്നു ആ ഹൈറേഞ്ച്. നകുലൻ നിർത്തിയെടുത്ത് നിന്നാ ഞാൻ തുടങ്ങാൻ പോകുന്നത്. മാണിച്ചന്റെ വീട്ടുമുറ്റത്ത് നിന്ന്. ശരി മാഡം. ആ മാഡം, ഞാൻ ആഹാരം കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് മനസ്സിജ ഇവിടുത്തെ താമസമൊക്കെ? സുഖം. ചോർന്നൊലിക്കുന്ന വീട്ടുവരാന്തയിൽ ഉറങ്ങിയവന് ഇത് കൊട്ടാരവാമേ. അലഞ്ഞു തിരിഞ്ഞ് തീരേണ്ട ജീവിതത്തിന് ഒരു കൈത്താങ്ങ അമ്മ തന്നത്. ഒരിക്കലും ഒരു കാലത്ത് മറക്കില്ല ഞാൻ. ജീവിതത്തിൽ എന്നേ വരെ എന്നോട് ആരും ഇത്രയും ദയവ് കാണിച്ചിട്ടില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കുട്ടുമണിയാ മോനെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ. അടച്ചിട്ട കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ഒരു ഭൂതം. എന്നെ മാറ്റിയെടുത്തത് എന്റെ മോളാ, എന്റെ ശ്രീകുട്ടി, നിന്റെ കുട്ടുമണി. മരിച്ചുപോയ എന്റെ സ്വന്തം മോളായിട്ടാ ഞാൻ കുട്ടുമണിയെ കാണുന്നത്. അവൾക്ക് ബുദ്ധിക്കുറവുണ്ടെന്ന് എല്ലാരും കരുതുന്നത് വെറുതെയാ. അവളുടെ ബുദ്ധി തിരിച്ചറിയാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ടി വന്നതാ അവളുടെ ഗതികേട്. അതെനിക്കറിയാമേ. നിഷ്കളങ്കത കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ എന്റെ കുട്ടുവിന്. കാപട്യം അറിയാത്ത ആ മനസ്സാ ഞാൻ ഇന്നൊരു നല്ല സ്ത്രീയായി ജീവിക്കുന്നതിന് കാരണം. എന്നെ ഇങ്ങനെ ആക്കിയെടുത്ത അവൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അവൾക്ക് വേണ്ടി ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ നിനക്ക് വാടകയില്ലാതെ വീട് തരാൻ തീരുമാനിച്ചത്. ഇനി അവളുടെ ഓർമ്മ വീണ്ടെടുക്കണം. അത് തന്നെ അമ്മേ എന്റെ ലക്ഷ്യം. ഓർമ്മയുടെ ഒരു ചെറിയ വെട്ടമെങ്കിലും അവളുടെ മനസ്സിലേക്ക് കടന്നാൽ അവൾ എന്നെ തിരിച്ചറിയും, എൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. സ്നേഹത്തിന്റെ ഒരു കടലാവും അവള്. ആകണം. അതിന് പ്രാർത്ഥന മാത്രം പോരാ, പരിശ്രമിക്കണം. അമ്മ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടുമണിയുടെ ബന്ധുക്കളെ നിനക്ക് വിളിച്ചുകൊണ്ട് വന്നൂടെ? കുഞ്ഞിനെ കൊണ്ടൊന്ന് കാണിച്ചൂടെ? പറ്റുന്നതൊക്കെ ചെയ്തതാ ഞാൻ. അവൾ ആശുപത്രിയിൽ ആരെയും തിരിച്ചറിയാതെ കിടക്കുമ്പോൾ കുഞ്ഞുമണി അരികിൽ കൊണ്ടുചെന്ന് കിടത്തി ഞാൻ. പക്ഷേ കുഞ്ഞിനെ അവളൊന്നും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനെയും ഞാൻ കൊണ്ടുവന്നു. പഴയ കഥകൾ ഒരുപാട് പറഞ്ഞിട്ടും അവൾ തിരിച്ചറിഞ്ഞില്ല. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ബഹളം വെച്ചു. ഒരിക്കൽ കൂടി അതൊന്നും ആവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞുമണി അവളെ തിരിച്ചറിയാതിരുന്ന എനിക്കത് സഹിക്കത്തില്ലമ്മേ. അതുകൊണ്ടാ ഞാൻ മറ്റൊരു തീരുമാനം എടുത്തത്. അവളുടെ അമ്മയായി തന്നെ എന്റെ കുട്ടുവിനെ ഞാൻ അവൾക്ക് മടക്കി കൊടുക്കും. അല്ല, കുട്ടുമണിക്ക് തന്ത്രിമാരായ 2 ഏട്ടന്മാരുണ്ടെന്ന് രാഹുലൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. തന്ത്രിമാരൊന്നും അല്ലെങ്കിലും അവൾക്ക് ഏട്ടന്മാരുണ്ടോ? ഉണ്ട്. ബാലേട്ടനും രവിയേട്ടനും. അവരൊരു രാജകുമാരിയെ പോലെയാ അവളെ വളർത്തിയത്. എങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവന്ന് നോക്കിയാലോ? കുട്ടുമണി അവരെ തിരിച്ചറിഞ്ഞാലോ? ശ്രമിക്കാവുന്നതാണ്. പക്ഷേ അവരിവിടെ വന്ന് കുട്ടുവിനെ കണ്ട അത് പ്രശ്നമാവും. അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാവും അത്. രാഹുലിനെ കൊന്നിട്ടായാലും അവർ കുട്ടുവിനെ ഇവിടുന്ന് കൊണ്ടുപോകും.
അമ്മയ്ക്കറിയാലോ, രാഹുലിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട ചെയ്യുന്നവരെ കുട്ടു അങ്ങേയറ്റം വെറുക്കും. എന്നോട് പെരുമാറിയതുപോലെ കുട്ടു ബാലേട്ടനോടോ മറ്റോ പെരുമാറിയ ആ നിമിഷം ആ മനുഷ്യന്റെ സമനില തെറ്റും. അങ്ങനൊരു പ്രകൃതമാ ബാലേട്ടൻ്റെത്. നീ വിഷമിക്കാതെ മോനെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അകത്ത് മുഴുവൻ കയറി നോക്കി. ആ പിച്ചള ഒന്നും വെക്കാതെയാ രാവിലെ ഇവിടുന്ന് പുറത്തു പോയിരിക്കുന്നത്. നീ ആക്രാന്തം കാണിക്കാതെ മഹേഷേ, പോയി ആ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. എനിക്കും വിശക്കുന്നുണ്ട്. ഉടുപ്പി എങ്കിൽ ഉടുപ്പി, കാശുതാ. ഇന്നലെ ഞാൻ തന്ന 1000 രൂപയുടെ ബാക്കി കയ്യിലില്ലേ? ബാക്കിയോ? അത് ടിപ്പല്ലായിരുന്നു. ടിപ്പോ? ആ അതെ, എനിക്ക് മെനക്കെട്ട് എന്റെ കൂലി കിട്ടണ്ടേ. 100 രൂപയുടെ സാധനം വാങ്ങിയിട്ട് ബാക്കി 900 രൂപ ടിപ്പോ? പോയി ഇഡലി വടയും വാങ്ങിച്ചോണ്ട് വാടാ. ആ ശരി. ടിപ്പും ഇല്ല, ചിക്കനും ഇല്ല. വാമേ അതിരിക്കാം. വേണ്ട, പകല് മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കുട്ടുമണി എന്നെ അന്വേഷിച്ച് ബ്രഹ്മശ്രീ മംഗലത്തിൽ ചെല്ലുമ്പോ അവിടെ എന്നെ കാണില്ല, നേരെ ഇങ്ങോട്ട് പോരും. നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ശക്തി ഇത്തിരി കൂടെ കൂട്ടണ്ടേ മോനെ? വരട്ടെ, നമുക്ക് നോക്കാം. പൂജയും വഴിപാടൊക്കെ കഴിഞ്ഞോ? എന്റെ പ്രാർത്ഥന കഴിഞ്ഞു. പക്ഷേ ചേച്ചി അമ്മയൊക്കെ അവിടെ നിൽക്കുവാ. വേഗം പോണം. കുട്ടിമണി, ഇന്ന് തന്നെ വാടകക്കാരെ ഒഴിപ്പിക്കാൻ അമ്മയോട് പറയണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. രാഹുലൻ ധൈര്യമായിട്ട് ഇരിക്കേ. നീ എവിടേക്കാ കുട്ടുമണി പോയത്? ചരട് ജപിക്കാൻ തിരുമേനി നിന്റെ നാളെ ചോദിച്ചപ്പോഴാ ഞാൻ നോക്കിയത്. അപ്പൊ ആളെ കാണാനില്ല. ഞങ്ങളങ്ങ് പേടിച്ചു പോയി മോളെ. കാലം വല്ലാത്തതല്ലേ, ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും? ആരും പിടിച്ചോണ്ട് പോവാതിരിക്കാനല്ലേ ഞാൻ നിങ്ങളോടൊപ്പം കൂടെ വന്നത്. അതെ, മനസ്സിലാവുന്നുണ്ട്. നിന്റെ നാളെന്താ കുഞ്ഞേ? നാളോ? എന്നുവെച്ചാ? ഈശ്വര, ഈ കുട്ടി സ്വന്തം നാളും മറന്നുപോയോ? നാളൊന്നും വേണ്ട, ഒരു ചരട് ജപിച്ചാൽ അയാളോട് പറഞ്ഞാ മതി. അതൊന്നും പറ്റില്ല. നീ ഇവിടെ ഇല്ലത്തേക്ക് വിളിക്ക, എന്നിട്ട് നാളെ ചോദിക്കാം. അയ്യോ ചേച്ചി, നാളെ ചോദിച്ച് വിളിച്ചാലേ അവര് ചിലപ്പോ എന്നെ ചീത്ത വിളിക്കും. എങ്കിൽ ഫോൺ ചെയ്താ ഞാൻ വിളിക്കാം. ഏയ് അതൊന്നും വേണ്ട. എന്നാ രാവിലെ വിളിക്കേ. വിളിക്കുന്നേ. ഹലോ, വയലൂരല്ലേ? ഞാനേ രാഹുലിനാ സംസാരിക്കുന്നേ. അല്ലല്ലോ, അയ്യോ, വേളി ആലോചനയ്ക്കല്ല വിളിച്ചേ. അതെ, കുട്ടി വേണ്ട, നാളൊന്നും അറിയണമല്ലോ. അയ്യോ അല്ല ചേട്ടാ, ഇത് ജാതകം നോക്കാനൊന്നും അല്ല. കുട്ടിമണിയുടെ പേരിലൊരു വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ ഓ ഓ ഓ ശരി ശരി. ആ ഓക്കെ ഓക്കെ. നാളെ അട്ടത്താടി. അത്തട്ടാടിയോ? അതെന്താണ്? അല്ലല്ല, ഉത്രട്ടാതി. കുട്ടിമണി, ഉത്രട്ടാതി, അതാണ് നിന്റെ നാളെ. ശരി, എല്ലാരും അട്ടപ്പാടിക്കാരാന്ന് വിചാരിക്കണ്ട. വാമേ. അല്ല ചേച്ചി, ഞാനിവിടെ നിക്കണോ പോണോ? നീ നിക്കണോന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. അമ്പലത്തിനകത്തേക്ക് കയറാൻ നിനക്ക് വയ്യല്ലോ. പക്ഷേ കുട്ടിമണി ഇവിടെ നിക്കണം. ഞങ്ങൾക്കേ വേറെ 2-3 അമ്പലത്തിൽ പോകാനുണ്ട്. ഈ ജന്മം മുഴുവൻ ഞാൻ നിന്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞ എന്റെ പിന്നാലെ നടക്കാല്ലോ. പിന്നെ നീ പറഞ്ഞില്ല, പക്ഷെ എനിക്ക് നടന്നല്ലേ പറ്റൂ. നടക്കാം. അടുത്ത ജന്മത്തിലെങ്കിലും നിന്നെ എനിക്ക് കിട്ടിയാ മതിയായിരുന്നു. ശരിയാ ശരിയാ. സാറ് ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. പിച്ചള വരില്ലല്ലോ, ബാക്കി ഞാൻ കഴിച്ചോട്ടെ. കഴിച്ചോ? ശരി. നേരം വെളുത്ത് ഇത്രയും നേരമായിട്ടും കുട്ടുമണി എന്നെ അന്വേഷിച്ച് വന്നില്ലല്ലോ. എന്തു പറ്റി? ഇനി അമ്മയുടെ അടുത്തേക്ക് പോകരുതെന്ന് രാഹുലിനെ ഉപദേശിച്ചു കാണും. ചിലപ്പോ അവള് വീടിന് പുറത്തിറങ്ങാതിരിക്കാൻ അവൻ കൂടെ തന്നെ ഇരിപ്പുണ്ടാവും. സാധ്യതയുണ്ട്. എന്നാലും എന്നെ തേടി വരാതിരിക്കാൻ അവൾക്കാവില്ല. അങ്ങനെ ഒരു ബന്ധം ഞാനും അവളും തമ്മിലുണ്ട്. ഹലോ, മതികലയാണ് സംസാരിക്കുന്നത്. ദേഷ്യപ്പെടണ്ട, ഞാനിപ്പോ വയലോരം വീടിന് പുറത്താ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട. നിന്നെ കാണുന്ന നിമിഷം എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിന്നോടുള്ള പക കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. പ്ലീസ് ഒന്ന് വരൂ. നഷ്ടപ്പെട്ട ജീവിതം തുന്നിക്കൂട്ടിയെടുക്കാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിനിടെ നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാതെ വച്ചിട്ട് പോടി.
ഇത്രയേറെ ശോഭിക്കാൻ ആരാ വിളിച്ചത്? ഒരു യക്ഷി. അവളാ ഇവിടുത്തെ സകല കുഴപ്പങ്ങൾക്കും കാരണം. എന്റെ കുട്ടുവിനെ എങ്ങനെ ആക്കിയത് അവളാ. മതികല. ഇവള് എന്നെ ഇനി നീ വിളിക്കരുത്. നീ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തേടി വരും. രാഹുലന്റെ വീടിനടുത്താ ഇപ്പൊ നിന്റെ താമസമെന്ന് എനിക്കറിയാം. എല്ലാം ഭസ്മമാക്കാൻ എനിക്ക് ഒരു നിമിഷം മതിയെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് വരുന്നതാണ് നല്ലത്. ശരി, പറ, എവിടെയാ ഞാൻ വരേണ്ടത്? അടുത്ത് തന്നെ ഉണ്ട് ഞാൻ. BSNL റോഡിൽ വന്നിട്ട് എന്നെ വിളിക്കും. ശരി. പോകാൻ തീരുമാനിച്ചു അല്ലേ? മിക്കവാറും ഇത് ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാവും. ഇനി ഈ ഭൂമിയിൽ മതികല വേണ്ട. എടുത്തു ചാടി ഒന്നും ചെയ്യരുത് മോനെ. കുട്ടുമണിയെ ഓർമ്മ വേണം ഓരോ നിമിഷവും. അവളെ ഓർക്കുമ്പോ, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോ എന്റെ കൈക്ക് കരുത്തു കൂടും മതികലെ തീർക്കാൻ. അയ്യോ, ഈശ്വര, അനർത്ഥങ്ങളൊന്നും വരുത്തരുതേ. എത്ര നേരം ഒരു പോയിട്ട് എനിക്ക് ബോറടിച്ചെന്ന്. ബോറടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് അമ്പലങ്ങൾ ബാലൻസ്. ആരാ? ആ, അറിയില്ല. അറിയത്തില്ലേ? ഹലോ, മതികലയാ സംസാരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിമണി എത്രയും വേഗം മാണിക്യമംഗലത്ത് തിരിച്ചെത്തണം. ഞാനാരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. എന്റെ കൂടെ കുട്ടിമണി ഇല്ല. കുട്ടിമണി ഇല്ലേ? ഞാനല്ലേ ഇവിടെ നിൽക്കുന്നേ. നിന്റെ തൊട്ടടുത്ത് അവളുടെ ശബ്ദം ഞാൻ കേട്ടു. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കും, ഇല്ലെങ്കിൽ കൊന്നുകളയുന്ന ഞാൻ. ഹലോ ഹലോ ഹലോ, ആരാ വിളിച്ചേ? ആ മതിയിലെ രാക്ഷസി നിന്നെ തിരികെ കൊണ്ട് കൊടുത്തില്ലെങ്കിലേ എന്നെ കൊന്നു കളയുന്നാ പറഞ്ഞേ. എങ്കിലേ അവളെ ഞാൻ കൊല്ലു. അല്ല പിന്നെ അല്ല എന്തിനാ ഗോഷ്ടി കാണിച്ചത്? എന്താ ചേച്ചി? അയ്യോ, ചേച്ചിയുടെ ശബ്ദം പോയാ? അയ്യോ, ശബ്ദം പോയതൊന്നും അല്ല. ചരട് കെട്ടിയിട്ടേ ഉരിയാടാവുന്ന തിരുമേനി പറഞ്ഞത്. കൈ നീട്ടു കുട്ടിമണി. കേട്ടിക്കോ. ജാതകം ഒന്നും നോക്കാതെ തന്നെ വേളിക്ക് മുഹൂർത്തം കുറിച്ചു തരാന്ന് ഇവിടുത്തെ തിരുമേനി സമ്മതിച്ചിട്ടുണ്ട്. പേടി മാറാനുള്ള മന്ത്രം മാത്രമല്ല, സ്വയംവര മന്ത്രം കൂടി ജപിച്ച തിരുമേനി ചരട് തന്നിരിക്കുന്നത്. കുട്ടിമണിയുടെ വേളി ഇനി ഉടനെ തന്നെ നടക്കും. അതെ, ഈ വേലി അമ്പലത്തിൽ വെച്ച് വേണോ അതോ കാറ്റിൽ വെച്ച് വേണോ? കാട്ടിലോ? കാറ്റിൽ വെച്ചാണല്ലോ രാഹുൽ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. വാ, വേഗം പോയില്ലെങ്കിലേ ശിവന്റെ അമ്പലം. ഈശ്വര, ഒരിടത്ത് വേളി, അപ്പുറത്ത് മതികല, ഇതിനിടയ്ക്ക് മനസ്സിൽ. എന്തിനാ നീ എന്നെ അന്ന് കാട്ടിലോട്ട് പറഞ്ഞു വിട്ടത്? പിച്ചളെ, എന്തോ കുഴപ്പമുണ്ട്. മതികല വയലോരം വീട്ടിൽ നിന്ന് പുറത്ത് ചാടിയെന്ന് തോന്നുന്നു. എന്നെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു. അവൾ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട് പിച്ചളെ. അവളാ വിളിക്കുന്നേ. ബായ് എടുക്ക്, എന്നിട്ട് സ്പീക്കർ ഫോണിൽ. അല്ല സിജ, ഒറ്റയ്ക്ക് വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് കാണേണ്ടത് നിന്നെ. എന്റെ ചക്കരക്കുട്ട, നീ എന്തിനാ കള്ളനെ വിളിച്ചോണ്ട് വന്നത്? എവിടെ മറിഞ്ഞിരിക്കാടി നീ? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാ. ഈ പറഞ്ഞതൊക്കെ എന്റെ മുമ്പിൽ നിന്ന് പറ. നീ വിവരം അറിയും. അല്ലെങ്കിൽ ഇവന് സസ്പെൻസ് നീട്ടുന്നില്ല. നീ കണ്ണടച്ച് 10 വരെ എണ്ണ്. കണ്ണ് തുറക്കുമ്പോ ഞാൻ നിന്റെ മുമ്പിലെത്തും. അവളിവിടെ എവിടെയോ നിപ്പിട്ട് പിച്ചളെ. എന്തോ ചതിയുണ്ട്. മനസ്സിജം ബായ് പരിഭ്രമിക്കണ്ട. മതികലേനെ ഞാനിങ്ങോട്ട് പൊക്കി. ബായ്ക്ക് കാണണ്ടവളെ ദാ അവിടെ. ഹായ്.
ഇതാണ് പുതിയ മതികല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മതികല. സിജ, ഞാൻ രഞ്ജിനി, ശിവരഞ്ജിനി. കാർത്തിക പെങ്ങളുടെ കൂട്ടുകാരി, മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി വിന്നർ. കൈ കൊടുക്കല്ലേ സർ? സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ മതികളുടെ ശബ്ദം എങ്ങനെ കൃത്യമായിട്ട് അനുകരിച്ചു? രഞ്ജിനി പെങ്ങള് വിളിച്ചിട്ട് ഞാൻ വന്ന് കണ്ടു. ബായെ വിളിക്കാന്ന് പറഞ്ഞപ്പം സമ്മതിച്ചില്ല. ഒന്ന് ഞെട്ടിച്ചു വേണം തുടക്കടാന്ന് ഈ കുട്ടി പറഞ്ഞപ്പം ഞാനും സമ്മതിച്ചു. ആങ്ങളെ പറഞ്ഞതനുസരിച്ച് ഞാൻ നേരെ നിങ്ങളുടെ വയലൂരും വീട്ടിലെത്തി. ഈ രൂപത്തിലല്ല, ഒരു ഹെൽത്ത് നഴ്സിന്റെ രൂപത്തിൽ. അവളുടെ ശബ്ദത്തിന്റെ ഒടിവും തിരിവും ഒക്കെ കൃത്യമായിട്ട് ഞാൻ പിടിച്ചെടുത്തു. പോരാത്തതിന് ഡോക്ടറാണെന്നും പറഞ്ഞ് ഞാൻ കാർത്തികയെ കണക്റ്റും ചെയ്തു. മതികലയ്ക്ക് ഫോൺ കൊടുത്തിട്ട് ആ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്തു. കുത്തിയിരുന്ന് പഠിച്ചിട്ട മാഷെ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇനിയിപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം തിരിച്ചറിയുന്ന ഒരു മത്സരം വെച്ചാ അവക്ക് സെക്കൻഡ് പ്രൈസേ കിട്ടത്തുള്ളൂ. എന്തായാലും ശരിക്കും ഞെട്ടിച്ചു. ഒരു നല്ല കലാകാരിയാ രഞ്ജിനി. താങ്ക്സ്. പക്ഷേ ഈ ആങ്ങളയുടെ സഹായം ഉള്ളതുകൊണ്ടാണ് നടന്നത്. എനിക്കറിയാം, യഥാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞ സംരക്ഷണമാണ്. ഏറ്റവും സുരക്ഷിതവും വിശ്വസ്തവുമായ സംരക്ഷണം. അങ്ങനെ ഒരാളെ കിട്ടാൻ പ്രയാസമാ, പക്ഷെ കിട്ടിയാൽ ഏത് യുദ്ധത്തിലും ഏതാപത്തിലും നമ്മെ തുണയ്ക്കുന്നൊരു കോട്ടയാവും ആ സുഹൃത്ത്. ഈ കണക്കൊക്കെ ഞാൻ എങ്ങനെ വീട്ടും പിച്ചളെ? ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങളാ ബാ ഇങ്ങോട്ട് തിരിച്ചു പറയണത്. അന്യന്റെ മുതൽ കട്ട് തിന്ന് ജീവിച്ച എന്നെ അധ്വാനത്തിന്റെ വില പഠിപ്പിച്ചത് ബായി. എന്തായാലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ പോലും കണക്ക് പറയുന്നവരാ നമുക്ക് ചുറ്റുമുള്ളത്. ആ സ്ഥിതിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ കണക്ക് വിടാതിരിക്കുന്നതാ നല്ലത്. ശരിയാ രഞ്ജിനി പറഞ്ഞത്, അല്ലേ പിച്ചളെ? അതെ, ആ കട അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ആങ്ങള പറഞ്ഞിട്ട് ആ രാഹുലിനെ ഞാനൊന്ന് ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പാവം, മതികലയുടെ വിരട്ടൽ കേട്ട് ഇപ്പൊ നെട്ടോട്ട് ഓടുകയായിരിക്കും. ഒരു പണി അവനും ഇരിക്കട്ടെ എന്ന് കരുതി മനസ്സ് ജമ്പായി. ഇനി പറ, ശബ്ദാനുകരണത്തിൽ കഴിവ് തെളിയിച്ച ഈ ശിവരഞ്ജിനി നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ അപ്രതീക്ഷിതമായൊരു വരവായതുകൊണ്ട് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പെ പാളിപ്പോവും. ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അത് പറ. മതികലയുടെ കൂട്ടാളികളെയൊക്കെ വിളിക്കണം. ആരുമായിട്ടൊക്കെ അവൾ ഇപ്പോഴും ബന്ധം പുലർത്തുന്നു എന്നറിയണം. അതെന്തിനാണെന്നും. ഓക്കെ, മതികലയുടെ കൂട്ടാളികളിൽ ഒരാളുടെ പേര് പറ. സർക്കിൾ ഇൻസ്പെക്ടർ ബാസ്റ്റിൻ. അയാളുടെ ഒരു കോൾ ഈ ഇടയ്ക്ക് മതികലയ്ക്ക് വന്നായിരുന്നു. ഒരു DNA ടെസ്റ്റിൽ എന്തോ സഹായം ചെയ്തതിനെ കുറിച്ചാണ് അയാളന്ന് സംസാരിച്ചത്. എന്ത് സഹായമാ അയാൾ ചെയ്തതെന്നറിയണം. ശരി, ഈ ബാസ്റ്റിനെ കുറിച്ച് അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറ, ഞാൻ ട്രൈ ചെയ്യാം. ആ, പറയാം. ഹലോ മാഡം, ഫോൺ തിരിച്ചു കിട്ടിയോ? കിട്ടി ബാസ്റ്റിൻ. ഞാൻ അന്ന് വിളിച്ചപ്പോ ആരായിരുന്നു ഫോൺ എടുത്തത്? അത് അപ്പച്ചമ്മയാ ബാസ്റ്റിൻ. ആ വൃത്തികെട്ട തള്ളയല്ലാതെ വേറെ ആരാ ഇത്തരം ചെറ്റത്തരം കാണിക്കുന്നത്? ജലജ മാഡത്തിന്റെ ഫോണിൽ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാഡം ആലോചിച്ചോ? ആലോചിച്ചു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അതിപ്പോ ഞാൻ വിശദമായിട്ട് ആലോചിക്കേ, എന്നിട്ട് പറഞ്ഞാൽ മതി. അല്ല, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ രാത്രി വിളിക്കാം മാഡം. ഇതാ പ്രശ്നം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവര് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവൾ ഒരു കൊടിയ വില്ലത്തിയ. എല്ലാ കൂട്ടാളികളുമായും എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൾ ഓപ്പൺ ചെയ്തൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് പോലും അത് പാടായിരിക്കും രഞ്ജിനി. സാരല്ല, നമുക്ക് നോക്കാം. ഇയാൾ എന്തായാലും രാത്രി വിളിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ എടുക്കില്ല, അത്ര തന്നെ. എടുക്കണ്ട, പക്ഷെ റീപ്ലൈ ചെയ്യണം. മെസ്സേജ് ആയിട്ട് ഫീലിംഗ് ബാഡ്, ഗെറ്റിംഗ് ബോർഡ്, സ്ലീപ്പിംഗ്, സംബഡി ഈസ് നിയർ എന്നൊക്കെ പറഞ്ഞു തരം പോലെ കുറെ ഇമേജസ് ഉപയോഗിക്കണം. സഹി ഇടുമ്പോ അയാൾ മെസ്സേജ് അയച്ച് ചോദിക്കും അയാളുടെ ആവശ്യം. ആ കാര്യം ഞങ്ങൾ ഏറ്റു, അല്ല മനസ്സുമായി? അതെ, മതികലയ്ക്ക് മെസ്സേജ് അയക്കാൻ ശബ്ദത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി എന്താ നമ്മൾ കാണുക? വിശദമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം. അവളുടെ കൂട്ടാളികളിൽ പലരുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. കുറേയൊക്കെ അറിയായിരുന്നിട്ടും ഇപ്പോൾ ബാസിനെ വിളിച്ചത് തന്നെ ശരിയായില്ലല്ലോ.
എല്ലാരെ കുറിച്ചും സകലതും അറിഞ്ഞിട്ടായിരിക്കും ഇനി നമ്മളുടെ അടുത്ത കൂടിക്കാഴ്ച. 2 ദിവസത്തേക്ക് പച്ചക്കറി കച്ചവടം നിർത്തിയിട്ട് അന്വേഷണത്തിന് ഇറങ്ങാൻ പോവാ ഞാൻ. മതികലേന്റെ ഡ്യൂപ്ലിക്കറ്റിനെ കിട്ടിയപ്പോ കാര്യങ്ങൾ ഉഷാറായി. അങ്ങനെ പറയരുത്. ശബ്ദത്തിൽ ഇപ്പൊ ഞാനാ ഒറിജിനൽ, അവള് വെറും ഡ്യൂപ്ലിക്കേറ്റ്. വരട്ടെ. അല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് പകരം എന്താ പ്രതീക്ഷിക്കുന്നേ? തൽക്കാലം ഒന്നും വേണ്ട മാഷെ. സമയമാവുമ്പോ ഞാൻ പ്രതിഫലം ചോദിച്ചു വാങ്ങിച്ചോളാം. വരട്ടെ. അതെന്താ പിച്ചളെ ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? വെറുതെ കാർത്തിക പെങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ സ്ഥിതിയൊക്കെ അതിനറിയാം. പ്രതിഫലം ഒന്നും ചോദിക്കാൻ പോകണില്ല. എങ്കിൽ വാപിച്ചളെ, ഇറങ്ങിയ സ്ഥിതിക്ക് ആ മൊബൈൽ സർവീസ് സെന്ററിൽ ഒന്ന് കയറാം. മെമ്മറി കാർഡിന്റെ ലോക്ക് അഴിച്ചൊന്നറിയല്ലോ. ഒന്ന് വെറുതെ ഇരിക്ക് ബായ്. കൊടുത്തിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവർ വിളിക്കും. മൊബൈൽ ശരിയായ കാര്യം വിളിച്ചു പറഞ്ഞില്ല, അതുപോലെ. എത്രയും പെട്ടെന്ന് ആ കുരുക്കൂടി അഴിക്കണമെന്നാ ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. മതികലയുടെ സൗണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലായില്ലേ? അതെ, ഇനി ആ സൗണ്ട് ഉപയോഗിച്ച് നമ്മൾ അവളുടെ ബോഡി എന്നേക്കുമായി ജയിലിലാക്കും. അതായിരിക്കണം ഈ കളിയുടെ ക്ലൈമാക്സ്. അമ്മേ, ആഹാ, ഇവിടെ വന്നിരിച്ചായിരുന്നോ? ഞാൻ അപ്പുറത്തൊക്കെ പോയി നോക്കി, എങ്ങും കണ്ടില്ല. നമുക്ക് കഴിച്ചണ്ടേ? ഞാൻ കഴിച്ചു കുട്ടുമണി. അതെ, എന്നെ ഇടപാടായി കാണിച്ചേ. ഞാൻ എന്തിനാ ഈ പൊന്നി അടിക്കൊണ്ട് വന്നേക്കുന്നത്? ഇത് കഴിച്ചണ്ടേ? ഇന്ന് മുതൽ എനിക്ക് ആഹാരം തന്നു വിടണ്ടാന്ന് ഞാൻ നിന്റെ ജാതിക ചേച്ചിയോട് പറഞ്ഞതാണല്ലോ. അവള് നിന്നോട് പറഞ്ഞില്ലേ? അയ്യോ, അപ്പൊ അമ്മ എന്ത് കഴിച്ചു? ഇവിടെ താമസിക്കുന്ന വാടകക്കാരനില്ലേ മനുഷ്യൻ, നന്നായിട്ട് ആഹാരം വെക്കും. അമ്മയ്ക്ക് ഇവിടുന്ന് തരാമെന്ന് അയാള് പറഞ്ഞു. പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അമ്മ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. കുട്ടിമണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറിക്കൂടി, വീടൊക്കെ കാണണ്ടേ മോളെ? നീ എന്തിനാ മോളെ അവനോട് ദേഷ്യപ്പെടുന്നത്? അകത്തേക്ക് ചെല്ലു മോളെ. നിന്റെ സ്വന്തം വീടാന്ന് കരുതിയാ മതി. അല്ല, രാഹുലിന്റെ വീടാ എന്റെ സ്വന്തം വീട്. ഇത് ഈ വീടാ കള്ളന്റെ. അയാൾ കള്ളനല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അമ്മ പറഞ്ഞ ഞാൻ സമ്മതിച്ച് തരത്തില്ല. അയാൾ കള്ളൻ തന്നെയാ. രാഹുലൻ പറഞ്ഞല്ലോ അയാൾ ചീത്തയാണ്. അയാളല്ല, ആ രാഹുലിനാ ചീത്ത. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയനെ വിളിക്കേണ്ടതേ രാവണൻ എന്നല്ല, രാഹുലൻ. എടാ മഹേഷേ, കുട്ടുമണിയെ ചുണ്ടി പിടിപ്പിക്കണ്ട. അല്ല കുട്ടുമണി, നീ എന്താ ഇന്ന് എന്നെ തേടി വരാൻ താമസിച്ചത്? അതെ, ഞാനേ രാവിലെ അമ്പലത്തിൽ പോയി. ഈ ചരടില്ലേ അതൊക്കെ കെട്ടാൻ വേണ്ടി. എന്തിനാ ചരടൊക്കെ? അതോ ഞാനേ ഓർക്കത്തി സ്വപ്നം കാണുവാ. അതും ചീത്ത സ്വപ്നം. അത് മാറ്റാനേ ഒരു ജോത്സ്യം വന്നായിരുന്നേ. അയാളാ പറഞ്ഞേ ഈ ചരട് കെട്ടാന്. എന്ത് സ്വപ്നമാ നീ ഉറക്കത്തി കാണുന്നത്? അതോ അത് ഒരു വലിയ കിണറ്റിലെ ഒരാള് വീണ് പോന്നു. പിന്നെ ഒരു പെണ്ണിനെ ആരോ ഒരാള് തലേന്ന് വെച്ച് മുഖത്ത് നെക്കുന്നു. ആണോ? അതെ, എന്നെ ആരെങ്കിലും അതുപോലെ നെക്കുവോ? മിക്കവാറും ആ രാഹുലിന് അങ്ങനെ ചെയ്തേക്കും. രാവിലെ പറഞ്ഞതേ ഇവർ താമസിക്കുന്ന കള്ളൻ അങ്ങനെ ചെയ്യുമെന്നാ. അമ്മ എത്രയും പെട്ടെന്നായാലും ഇവിടെ ഇറക്കി വിടണം. അല്ല ചീത്ത. അല്ല മോളെ, രാവിലെ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്ക. അയ്യോ അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മയൊക്കെ വീട് കൊടുത്തേ. ഇപ്പൊ ഞാൻ പറയുന്നു അയാൾക്ക് കൊടുക്കണ്ടെന്നാ. വേഗം തിരിച്ചു വാങ്ങിച്ചോ. നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, പോവാം. അമ്മയെ വീട് ഏൽപ്പിച്ചിട്ടാ മനസ്സിലും പുറത്തു വരിക്കുന്നത്. അമ്മ ഞാൻ കൊണ്ടുവെക്കാളാം. എല്ലാ പ്ലാനും ചീറ്റിയല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? മോളെ, ഇപ്പൊ നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. നമുക്ക് ബ്രഹ്മശ്രീ മംഗലത്തേക്ക് പോകാം. പക്ഷേ മനസ്സിനെ അവിടെ നിറക്കി വീഴണമെന്ന് നീ വാശ പിടിക്കരുത്. അപ്പൊ അമ്മക്ക് എന്നേക്കാൾ ഇഷ്ടം അയാളോടല്ലേ? നിന്നേക്കാൾ വലുതായി ഈ ലോകത്ത് എനിക്ക് മറ്റാരുമില്ല. നിന്റെ നന്മയ്ക്ക് അയാൾ ഇവിടെ ഉണ്ടായിരിക്കണം. അല്ല, അയാൾ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്ക് എങ്ങനെ നന്മ വരുന്നേ? അതൊക്കെ നിനക്ക് പതുക്കെ മനസ്സിലാകും. ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. ശരി, എങ്കിലേ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. മര്യാദക്ക് അയാളെ ഇവിടെ നിന്ന് ഇറക്കി വിറ്റില്ലെങ്കിൽ ഞാൻ ഈ കശേര ഉന്തി അമ്മയെ കാട്ടിക്കൊണ്ടു. എന്നിട്ട് ഒരു വലിയ മലയുടെ മുകളിൽ കയറ്റി ഉരുണ്ടി താഴെ ഇടും. നോക്കിക്കോ. നീ ഇതൊക്കെ എന്നെ പേടിപ്പെടുത്താൻ പറയല്ലേ?
നിനക്ക് അതിന് കാട് അവിടെ എന്താ അറിയാമോ? ആഹാ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. ആഹാ പിന്നെ നോക്കിയോ, ഊറ്റി താഴെ ഇടിഞ്ഞാ ആരാ വന്ന് രക്ഷിച്ചെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആഹാ കാണിച്ചു തരാം. കുട്ടിമണി, ഇങ്ങനെ ഇരിക്കും. എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഞാൻ ആ മനുഷ്യജനം വീട് കൊടുത്തതിന്റെ പേര് കുട്ടിമണിക്ക് എന്നോട് ദേഷ്യ. ഇതൊക്കെ രാഹുലും വരുത്തി വെച്ച പുലിവാല. കുട്ടിമണി സമ്മതിച്ചല്ലേ അയാൾ ഇവിടെ താമസിക്കട്ടെ എന്ന്? നേരത്തെ സമ്മതിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ സമ്മതിക്കണമെന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഓരോ ദിവസവും നീ നിന്റെ അഭിപ്രായം മാറ്റിയാൽ എങ്ങനാ? അതിനനുസരിച്ച് ഈ ലോകത്തിന് മുഴുവൻ മാറാൻ പറ്റുമോ? മാറി എന്നാ കുഴപ്പം? എന്നും കിഴക്കുതിക്കുന്ന സൂര്യനോട് നാളെ മുതൽ പടിഞ്ഞാറുദിക്കാൻ നീ പറഞ്ഞ അങ്ങനെ ആവുമോ? എനിക്കറിയാം, എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഇനി രാഹുലിനോട് മാത്രമേ മിണ്ടൂ. വാശി പിടിക്കാതെ കുട്ടിമണി, അമ്മയുടെ വീടാ അത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ കരുതിയാ മതി. അത് തന്നെ ഞാൻ പറഞ്ഞത്, എന്നെ ആർക്കും ഇഷ്ടമല്ലാന്ന്. ഞാൻ പോവാ. ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റാത്ത അമ്മ അവളുടെ വാശിക്ക് വഴങ്ങി അവരോട് പോവാൻ പറയൊന്നും വേണ്ട. കുട്ടിമണിയുടെ പിണക്കം കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അതെനിക്കറിയാം. പിണങ്ങിപ്പോയവൾ ദേ എന്തോ ആലോചിച്ചവിടെ നിപ്പോണ്ട്. പക്ഷെ പിണക്കം മാറിയാലും നിന്റെ ആങ്ങളെ വിട്ടുകൊടുക്കില്ല. അവൻ പിന്നെയും അവളുടെ ചെവിയിൽ ഓരോന്ന് ഓതിക്കൊടുത്ത് എനിക്കെതിരെ തിരിക്കും. ഇവിടെ താമസിക്കാൻ വന്ന ആള് പിന്നെ അവളെ ശല്യപ്പെടുത്തുമെന്ന് അവന് പേടിയുണ്ട്. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ അവനോട് പറ, ഈ ചെയ്യുന്നത് മഹാപാവമാണെന്ന്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ വരും ജന്മങ്ങളിൽ പോലും ആ ശാപം തീരില്ലെന്ന്. ഒരു ബ്രാഹ്മണനായി ജനിച്ചാൽ മാത്രം ഒരാൾക്ക് ബ്രാഹ്മണ്യം കിട്ടില്ല. പ്രവൃത്തികൾ അതിനൊത്തതായിരിക്കണം. നമ്മളൊക്കെ ദൈവത്തോട് കൂടുതൽ അടുത്ത ആൾക്കാരാണെന്നല്ലോ പറയുന്നത്. ദൈവങ്ങൾ പാപം ചെയ്യുമോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്ക് വലിയ എന്ത് പാപവും അവൻ ചെയ്തേ? അവൻ ചെയ്യുന്നതിനെ കുറിച്ച് നീ അറിയാൻ സമയമായിട്ടില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അവനോട് ചെന്ന് പറഞ്ഞേരെ. അമ്മ, ഞാൻ ബ്രഹ്മശ്രീമംഗലത്ത് എത്തിക്കട്ടെ? വേണ്ട, ദേ എന്റെ മോളുടെ പിണക്കം തീർന്നതാ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. രാധിക ചെല്ല്. എന്താ എന്നെ കാട്ടിക്കൊണ്ട് വിടാൻ വന്നതാണോ? അല്ല, വീട്ടിൽ കൊണ്ടുവിടാൻ. എന്നാ നമുക്ക് പോവാം. ഇനി ഞായറാഴ്ച ഒന്നുണ്ട്. അത് നോക്കാം, കാണുമായിരിക്കും. ഒളിവ് ജീവിതം കഴിഞ്ഞ് നകുലെണ്ണം തിരിച്ചെത്തിയല്ലോ. ഇനി എന്നാ തിരിച്ചു ഒളിവി പോന്നേ? നിന്റെ കളിയാക്കൽ എന്റെ അടുത്ത് വേണ്ട. പണി നോക്കി പോവണേ. ഞാൻ എന്റെ പണി നോക്കിക്കോളാം. അണ്ണൻ പണി കളഞ്ഞ് ഇനിയും ഇങ്ങനെ ഊര് തെണ്ടാതിരുന്നാ മതി. എന്തിനാ അണ്ണ ഇനിയും സീതേച്ചിന്റെ പിന്നാലെ നടന്ന് ജീവിതം പാഴാക്കുന്നത്? അത് ഭർത്താവിന്റെ കൂടെ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. എന്നു മുതലാ നിനക്ക് സീതേച്ചിയോട് അലിവ് തോന്നി തുടങ്ങിയത്? കാശുകാരി കൊച്ചിനെ വളർത്താൻ തുടങ്ങിയത് മുതലാ. കാശുകാരി കൊച്ചിനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതേ അമ്മയാ, ഞാനല്ല. എനിക്ക് സീതേച്ചിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇന്നലെ കൂടെ നീ എന്നോട് പറഞ്ഞില്ലേടി, കാശുള്ള കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന നിനക്ക് വലിയ കൊമ്പത്തെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വരുമെന്ന്. ഇവള് പറഞ്ഞതാ മോനെ. ആ പോങ്ങനെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ ഇവള് പത്രപരസ്യം വരെ നോക്കിക്കൊണ്ടിരിക്കുക. നന്നായി. ഉടുപ്പ് മാറുന്നതുപോലെ പങ്കാളിയെ മാറാൻ മടിയില്ലാത്തവരുടെ ലോകത്ത് അങ്ങനെ തന്നെ വേണം. പക്ഷേ നകുലൻ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട. എന്റെ മനസ്സിൽ സീത മാത്രമേ ഉണ്ടാവൂ. അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തും ചെയ്യും. ഇതും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറേയായി. പക്ഷെ ഇതുവരെ ആരും ജീവിതത്തിലേക്ക് വരുന്ന കണ്ടില്ലല്ലോ. നിർത്തടി അധിക പ്രസംഗി. ഒരു ചെടി നട്ടാൽ അതിനെ നനച്ച് വളമിട്ട് പരിചരിക്കണം. മെല്ലെ അത് വളരുള്ളൂ. പൂവിടുന്നത് വരെ കാത്തിരിക്കാനുള്ള മനസ്സ് വേണം. ഒന്ന് പൂവിട്ട ചെടിയെ മനസ്സിൽ നട്ടത് നന്നായി. കെട്ടിച്ചയച്ച വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയവൾ എന്നോട് നാവാടം വെക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സീതയുടെ കുഞ്ഞിനെ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. ഇപ്പൊ അനാഥാലയത്തിലുള്ള കുഞ്ഞിനെ അല്ല അവൾ പ്രസവിച്ചതെങ്കിൽ ശരിക്കുള്ള കുഞ്ഞിനെ ഞാൻ കണ്ടെത്തും. നീ കണ്ടുപിടിച്ചാലും അവള് നിന്റെ കൂടെ വരില്ലല്ലോടാ. വരും. എന്റെ സ്നേഹം എന്നെങ്കിലും അവള് തിരിച്ചറിയും. ഈ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മത്തിൽ. അതുവരയ്ക്ക് കാത്തിരിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. കേട്ടല്ലോ, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ.
തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പട നയിക്കും അണ്ണൻ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവരെ തിരുത്താൻ ദൈവത്തിന് പോലും ആവില്ല അമ്മേ. ഒരു 8 ഉണ്ണിയപ്പോ 2 മുറുക്കും ഒരു 4 അല്ല എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? എനിക്കറിയാം എന്നെ വേലയഴിച്ചാൻ പേടിയല്ലേ? പേടിയല്ല കുട്ടിമണി, തൽക്കാലം അത് നടക്കാൻ പാടില്ല. പിന്നെ എപ്പോഴാ നടക്കണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ 1 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, അതും അല്ലെങ്കിൽ 1 ജന്മം കഴിഞ്ഞ്. കുഴപ്പമില്ല, പിന്നെ നടത്തിയാ മതി. നമുക്കേ ഈ വേളി ആലോചന അങ്ങ് പൊളിച്ചാലോ? കല്യാണം മാത്രമല്ല കുട്ടിമണി പ്രശ്നം. ആ തട്ടിപ്പുകാരൻ മനസ്സജൻ ഈ കോളനിയിൽ എത്തിയില്ലേ, അയാളും ബ്രഹ്മശ്രീ മംഗലത്തെ അമ്മയും കൂടി ഒറ്റക്കെട്ട. എന്റെ സ്വന്തം അളിയൻ എനിക്കിട്ട് പാരവണിയൻ എന്താ വഴിയെന്ന് ആലോചിച്ച് നടക്കുക. എല്ലാവരും കൂടി നിന്നെ എന്നിൽ നിന്ന് അകറ്റുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. Yeah.